ഹലോ ഗൈസ്, ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ 5 ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ട് ഈ സാറ്റർഡേ സൺഡേ കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പം ആദ്യം തന്നെ ഞങ്ങൾക്കൊന്ന് കിംസ് വരെ പോകണമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഓൺ ദ വേ. കിംസിൽ നിന്ന് നമ്മളെ വീട്ടിൽ പോകുമ്പം റംബൂട്ടാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും റംബൂട്ടാൻ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് എന്തോ വേറൊരു വെറൈറ്റിയാണ് വാങ്ങിച്ചത്. നല്ലതായിരുന്നു, നല്ല മധുരമായിരുന്നു കേട്ടോ ആ റംബൂട്ടാൻ. നല്ല റേറ്റും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ കുറവങ്കോണത്ത് പണ്ട് അക്ഷയ എന്നായിരുന്നു ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. ഇപ്പോൾ അത് ആര്യാസായി. അവിടെ നിന്നാണ് കഴിച്ചത്. ചപ്പാത്തിയാണ് കഴിച്ചത്. കുഴപ്പമില്ലാന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര അത്ര അടിപൊളിയൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. ബാലുവിനാണെങ്കിൽ തീരെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ചപ്പാത്തിയും അവിടെ വേസ്റ്റ് ചെയ്തു. എനിക്ക് പിന്നെ എന്തെങ്കിലും ഫുഡ് തന്നാൽ എനിക്കത് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഫുള്ള് കഴിക്കും. പിന്നെ എനിക്ക് അത്ര കുഴപ്പമൊന്നും തോന്നിയില്ല, ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വന്നു. അപ്പോഴത്തേക്കും അമ്മ ഓൾ സെറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്, അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അമ്മയും ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നമുക്കിങ്ങനെ കറങ്ങാനും പിന്നെ എന്താ പറയുക, പിന്നെ ആകെ വീക്കെൻഡ്, അതായത് 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ വീട്ടിൽ വരിക. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എവിടെയെങ്കിലും പോകാനാണെങ്കിലും പിന്നെ ഐബ്രോസ് എടുക്കാനും അങ്ങനെയൊക്കെ, പിന്നെ എന്തെങ്കിലും തയ്ക്കാൻ കൊടുക്കാനും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും പോവാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ചിങ്ങിന് പോയി. സത്യം പറഞ്ഞാൽ ഈ അനോഖ ബുട്ടീക്ക് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആദ്യം പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറയണത് അവിടെ സ്റ്റിച്ചിങ് ഇല്ലയെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കിയാര ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയിട്ടാണ് നമ്മുടെ ഡ്രസ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. പിന്നെ അവിടെ അടുത്ത് തന്നെ R&B ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് പർച്ചേസ് ചെയ്യണമായതുകൊണ്ട് നമ്മൾ R&Bയിലോട്ട് പോയി. എനിക്ക് ഈ ഒരു സാൻഡിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ. പക്ഷെ എന്തോ സാധാരണ ഞാൻ 39 ആണ് എടുക്കണം, പക്ഷേ അതിൽ എനിക്ക് 39 സൈസ് ആയില്ല, കുറച്ച് ടൈറ്റ് ആയിപ്പോയി. അതിപ്പോൾ 40 എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 40 ഇല്ല. എനിക്കെന്തോ ഭയങ്കര വിഷമമായി, കാരണം എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തോടെ പോകുമ്പോൾ നോക്കാം. അങ്ങനെ നല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അമ്മയ്ക്ക് ഒരു 2 കുർത്തയൊക്കെ കിട്ടി കേട്ടോ. നല്ല നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഇപ്പോൾ അവിടെ കുറച്ച് ഓഫേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് പോവുകയാണെങ്കിൽ പോയി നോക്കുക, നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബ്ലഷിങ് ടോണിൽ വന്നാണ് ഐബ്രോസ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന്. കുറേ നാളായി ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട്. അങ്ങനെ ഞാൻ ഈ ഹെയർ കട്ട് ചെയ്ത് കൊള്ളാമെന്ന് നിങ്ങൾ പറയണേ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ചെയ്ത പുള്ളിക്കാരൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ഈ ബാലും ഹെയർ കട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രഷായി, രണ്ടുപേരും ഹെയർ കട്ട്. അവൻ ജാവേദൻ്റെ റിസ്വാനിലാണെന്ന് തോന്നുന്നു പോയത്, ഞങ്ങൾ ബ്ലഷിങ് ടോണിലും. പക്ഷേ എനിക്ക് ചെയ്ത ആൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ കാണിക്കാൻ വെച്ചാൽ അമ്മയ്ക്ക് അവിടെ നിന്ന് മേടിച്ച ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. നല്ലൊരു ബാഗ് കേട്ടോ, R&Bന്ന് മേടിച്ചതാണ്. അതിനും അത്യാവശ്യം നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു. അതിന് 1000 rupees ആയിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മൾ 189 rupeesനിപ്പം കുറേ സ്ഥലത്ത് ഈ 189 179 rupeesന് ഇങ്ങനെ ഒരു മാർക്കറ്റ് പോലെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോകാമെന്ന് വെച്ചാൽ നമ്മൾ പോയത് തിരുമലയുള്ള ബാലകൃഷ്ണ ഓഡിറ്റോറിയം, അവിടെയാണ് പോയത്. ഇതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ബാലും ഇവിടെ മലയങ്കീർ അവൻ്റെ വീടിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു സ്റ്റോൾ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മേടിച്ചപ്പോഴേ പറഞ്ഞു അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് എനിക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കി ഭയങ്കരമായിട്ട് മേടിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, വീടുകളുടെ സാധനം അങ്ങനെയൊക്കെ. അപ്പോൾ അമ്മ എന്തായാലും കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അപ്പം അത് അവിടുന്ന് പോയി. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോഴാണ് അറിഞ്ഞത് പാപ്പനംകോടും തിരുമലയൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങളിവിടെ തിരുമലയാണ് നമുക്ക് അടുത്ത്, അവിടെ പോയി. അപ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെടും. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 25 items ആണ് മേടിച്ചത്. എല്ലാം ഇവിടെ നമുക്ക് മാത്രമല്ലായിരുന്നു, ഇപ്പം എനിക്കും അമ്മയ്ക്കും ബിന്ദു കുഞ്ഞയ്ക്കും നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് മേടിച്ചത്. അത്യാവശ്യം നല്ലൊരു പർച്ചേസ് ആയിരുന്നു കേട്ടോ അവിടെ. പക്ഷെ എന്നാലും നല്ല ഡീലായിരുന്നു. പിന്നെ നമ്മൾ ബിന്ദു കുഞ്ഞയുടെ വീട്ടിലോട്ട് പോയി. അപ്പം നമ്മൾ പോണ വഴിയിൽ ജസ്റ്റ് ബജിയും വാഴയ്ക്കപ്പവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ കുഞ്ഞയ്ക്കും എനിക്കും നുണക്കുഴിയുണ്ട്. എനിക്ക് തോന്നണ എപ്പോഴും നമുക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സ് കുഞ്ഞേന്നാണ് കിട്ടണത്. എനിക്ക് എൻ്റെ നുണക്കുഴിയാണ് ഞാൻ ഇഷുവിന് എൻ്റെ ചേച്ചിയുടെ മോക്ക് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയോ ഫീച്ചേഴ്സ് എപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞയുടെ നിന്ന് കിട്ടും പോലെ തോന്നും. പിന്നെ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ നട്ട്സും ഈ മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മാങ്ങയായിരുന്നു. കുറച്ച് നാളായി മാങ്ങ കഴിച്ചിട്ട്. സാധനങ്ങൾ കാണിച്ചു തരാമേ. ഭയങ്കര സൂപ്പർ അടിപൊളി സാധനങ്ങളല്ലേ. ഇതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭരണി, ഈ ഭരണി
ഇത് അമ്മയുടെ സെലക്ഷൻ ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എന്താ എസ്തെറ്റിക് ലുക്ക് ഉള്ള അല്ലേ. അവിടെ ഭരണിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അല്ലേ. ഇതും ഒരു ഭരണിയുടെ സെറ്റാണ്. ഇത് 4 എണ്ണം 189 rupees ഉള്ളൂ. ചെറുതാണ്. ഇതെന്തോന്ന് ഇടാമ്മ? ഇതെന്തോന്ന് ഇട്ട് വെക്കാം? ഉപ്പ്, അതൊക്കെ വെക്കാൻ. പക്ഷെ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ഉള്ള സംഭവങ്ങൾ. ഇത് 4 എണ്ണമാണ് 189 rupees. പിന്നെ അതുപോലെ നമ്മളിതാ ഇത് കുറച്ചുകൂടെ കൊള്ളാം അല്ലേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ കുറച്ചുകൂടെ വലുതുമാണ് മറ്റേതിനേക്കാൾ. ഇത് 3 എണ്ണം 189 rupees. ഇതൊക്കെയാണ് എന്റെ അമ്മയുടെ സന്തോഷം അല്ലേ അമ്മ. ഇത് 2 വയ്ക്കാൻ നല്ല ഭംഗിയായി. ശരി, എനിക്ക് അലുവൊക്കെ ഇട്ട് വെക്കാൻ അല്ലേ, അതൊക്കെ നല്ലത്. പക്ഷെ ഇതൊക്കെ 189 പുറത്ത് കിട്ടൂലല്ലോ. കിട്ടുമോ? ഇല്ല. പിന്നെ നമ്മള് മേടിച്ചത് കാസറോൾ. ഇതൊന്നും വലിയ ക്വാളിറ്റി ഒന്നും കാണില്ല അല്ലേ. എന്നാലും ചുമ്മാ ആൾക്കാരൊക്കെ വരുമ്പോ അല്ലേ. ഇത് ഇങ്ങനെ ഇതിലിപ്പോ എന്താണ് മുളക് പൊടി, ജീരകം, കടുക് അതൊക്കെ ഇടും. ഇതിനെല്ലാത്തിനും സ്പൂണ് വരണല്ലോ. അപ്പൊ ഇത് ഇത്ര 8 എണ്ണത്തിനാണ് 189. പിന്നെ ഞാൻ മേടിച്ചത് ഡസ്റ്റ്ബിൻ. ഈ ഡസ്റ്റ്ബിനും പിന്നെ വേറൊരു ഡസ്റ്റ്ബിനും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സാധനം. ഈ ഡസ്റ്റ്ബിൻ ഈ ഡസ്റ്റ്ബിൻ ഓവറോൾ നമ്മൾ 25 items ആണ് എടുത്തത്. ഇനിയുണ്ട് കേട്ടോ. പിന്നെ അല്ല എൻ്റെ അമ്മ നമ്മ ഇതൊരു നൈഫ് ഇതൊക്കെ നല്ല. ഇത് നമ്മുടെ ചോറ് വാർക്കണേ. ഇതൊക്കെ പുറത്താണെങ്കിൽ എത്ര രൂപയാവും? ഈ റേറ്റൊക്കെ തന്നെ കിട്ടൂല. പിന്നെ അമ്മ വേറൊരു പിന്നെ ഇതൊക്കെ കണ്ടപ്പോ അമ്മയ്ക്കൊന്ന് ഇനിയും എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ അമ്മ ഇപ്പൊ തന്നെ നമ്മൾ എത്ര രൂപ ചെലവാക്കിയെന്നറിയാമോ? പിന്നെ ഈ ഒരു കാസറോൾ എടുത്തമ്മ ചെറിയ അത് കാണിച്ചില്ല. അമ്മ അകത്തുനിന്ന് സ്റ്റോക്ക് വരുന്നുണ്ട്. ഇത് അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ തന്നെ 3 എണ്ണം. ഇത് 1 ലിറ്റർ അല്ലേ, 1 ലിറ്റർ 1 കിലോ അങ്ങനെ. അത് ഇത്രയും കൊള്ളു ഈ കാസറോൾ. കിട്ടത്തില്ല. പിന്നെ ഈ കാസറോൾ ഇത് നല്ല നല്ല ഭംഗിയുള്ള നോക്കിയെടുത്താ അല്ലേ, നല്ല സാധനം. പിന്നെ ഇത് മാത്രമൊന്നുമല്ല, ചവിട്ടുമെത്ത, കുഷൻ അല്ലേ, കുഷൻ അങ്ങനെ ഒരുപാട് സാധനം. ഈ ആദിയോഗിയുടെ ഒക്കെ സെറ്റ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം എടുക്കാൻ തോന്നും. പിന്നെ ചൂട് ഇതും കുറെ എണ്ണം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതൊക്കെ ഈ പ്രൈസിന് നല്ല ലാഭം തന്നെ അല്ലേ. പിന്നെ മോപ്പ് മേടിച്ചത് അതൊക്കെ ബിന്ദുക്കുഞ്ഞിക്കാണ് കൊടുത്തത്. സോ അത്രയൊക്കെയാണ് നമ്മൾ 189 rupeesന് മേടിച്ചത്. നിങ്ങളായാലും പോയില്ലെങ്കിൽ ഡെഫിനറ്റ് പോയില്ല. ഞാനിത് സെക്കൻഡ് ടൈമാണ് പോകണം. അമ്മയും കൊണ്ട് പോയിട്ടില്ലായിരുന്നു. ആദ്യം പോയപ്പോൾ ഞാൻ മാത്രമേ പോയുള്ളൂ. അത് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. പക്ഷെ അതെല്ലാം വർത്ത് ആയിരുന്നു. അപ്പൊ അമ്മ കൊണ്ടുപോകുമ്പോൾ അമ്മ എൻജോയ് ചെയ്യുന്ന ഉറപ്പായിരുന്നു. അമ്മ വേറെന്തോ മറന്നു അത്രത്തോളം എന്താ പറയാ നല്ലൊരു ഡീലായിട്ടാണ് നമുക്ക് ഫീൽ. പിന്നെ ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ജാർ ഭയങ്കര ക്യൂട്ട്. ഇത് നമുക്ക് മേശപ്പുറത്ത് ഈ 3 എണ്ണം ഒരു ട്രേയില് ഈ 3 എണ്ണം വെച്ചിട്ട് ചോക്ലേറ്റ് നട്ട്സ് ഒക്കെ ഇട്ട് വെച്ചാൽ സൂപ്പർ ആയിരുന്നു. ഇത് 179 ആയിരുന്നു. ഇത് നമ്മൾ മറ്റേ അന്ന് മേടിച്ചാണ്. ഇത് 179. അപ്പൊ അതാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പോയില്ലെങ്കിൽ ഞങ്ങൾ പോയത് തിരുമല ബാലകൃഷ്ണ ഓഡിറ്റോറിയം അവിടത്തെയാണ് നമ്മൾ പോയത്. വേറെയും സ്ഥലങ്ങളിലില്ലേ അമ്മ? പാപ്പനംകോട് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പോയില്ലെങ്കിൽ ഡെഫിനറ്റ് ട്രൈ ചെയ്യാം. കൊള്ളാല്ലേ അമ്മ? താങ്ക് യു. ഡിന്നർ കഴിച്ചത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ.